നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. നമ്മൾ ഈ ഒരു വീഡിയോസിൽ നോക്കുന്നത് വേൾഡിലെ പ്രധാനപ്പെട്ട ഇൻഡിസസിൽ ഏതൊക്കെയാണ്, കറണ്ട് ട്രെൻഡ് എന്താണ്. ഇത് US മാർക്കറ്റാണ്, നാസ്ഡാക്ക് മാർക്കറ്റാണ്. നാസ്ഡാക്ക് 100 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൻ്റെ ആയാലും ഈ ഒരു കറണ്ട് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു പുതിയൊരു ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡായിരുന്നു, പോസിറ്റീവ് ട്രെൻഡായിരുന്നു. മാർക്കറ്റ് എപ്പോഴും ഒരു പുതിയൊരു ഹൈ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് തന്നെയാണ്. അതിനുശേഷം ഇപ്പോൾ നാസ്ഡാക്ക് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നാസ്ഡാക്ക് മാർക്കറ്റ് ഇവിടെ ഒരു പുതിയൊരു ഹൈ ജനറേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ജനറേറ്റ് ചെയ്തു, ഇവിടെയും പുതിയ ഹൈ ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷം ആയാലും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ടെക്നിക്കൽ അനാലിസിസിലെ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നൊരു ട്രേഡിംഗ് പാറ്റേൺ ആണിത്. ഇത് നാസ്ഡാക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആണ്. കറണ്ട് ട്രെൻഡ് നെഗറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി അതിലൊരു സപ്പോർട്ട് വരുന്നത്, നാസ്ഡാക്ക് മാർക്കറ്റിന്റെ ഒരു സപ്പോർട്ട് വരുന്നത് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് വരുന്നുണ്ട്. ഈ രണ്ട് സപ്പോർട്ടുകളാണ് നാസ്ഡാക്ക് മാർക്കറ്റിൽ ലോവർ ലെവലിൽ സപ്പോർട്ടായിട്ട് കാണുന്നത്. അടുത്ത് US തന്നെ പ്രധാനപ്പെട്ട S&P 500 എന്ന് പറയുന്നത്, S&P 500. അടുത്തത് S&P 500 ഇൻഡെക്സ് ആണ്. ഡെയിലി ടൈം ഫ്രെയിമിലെ ഗ്രാഫാണ് ഇത് വരുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിലെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ S&P 500 ആയാലും നല്ലൊരു റാലി മാർക്കറ്റിലുണ്ടായിരുന്നു, പോസിറ്റീവ് റാലി ആയിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. അതിനുശേഷം ഇതൊരു പുതിയ ലോയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെൻഡ് നെഗറ്റീവ് ആണ്, സ്റ്റിൽ നെഗറ്റീവ് ആണ് കാണിക്കുന്നത്. സപ്പോർട്ട് ഈ ഒരു ലെവലിൽ സപ്പോർട്ടാണ്, ഈ ഒരു ലെവലിൽ സപ്പോർട്ടാണ്. അടുത്തത് ഹാങ്സങ് ഇൻഡെക്സ്, ഹോങ്കോങ്ങിന്റെ ഇൻഡെക്സ് ആണ് വരുന്നത്. കറണ്ട് ട്രെൻഡ് എന്താണ്? കറണ്ട് ട്രെൻഡ് ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റ് നോക്കുകയാണെങ്കിൽ ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ വീണ്ടും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ബ്രേക്ക്ഔട്ട്, ടെക്നിക്കൽ അനാലിസിലെ ഹെഡ് ആൻഡ് ഷോൾഡർ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്ന ഒരു പാറ്റേണിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കറണ്ട് ട്രെൻഡ് നെഗറ്റീവ് ആണ്. സപ്പോർട്ടുകൾ കറണ്ട് ഒരു നിൽക്കുന്ന ഒരു പൊസിഷനിൽ ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്, അതാണ് ഒരു ഗ്രേ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ട്, ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ട്. ഇതാണ് ലോവർ ലെവലിലെ രണ്ട് സപ്പോർട്ടുകൾ വരുന്നത്. കറണ്ട് ട്രെൻഡ് നെഗറ്റീവ് ആണ്. അടുത്തത് UK FTSE. ഇതൊരു സപ്പോർട്ടിൽ നിന്നാണ് ഒരു ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സപ്പോർട്ടാണ്. അപ്പോൾ കറണ്ട് ട്രെൻഡ് നെഗറ്റീവ് ആണ്. കാരണം ഈ ഒരു ബ്രേക്ക്ഔട്ട് മുകളിലേക്ക് നടത്തിയതിന് ശേഷം ഇവിടെ ഒരു യു ടേൺ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഈ യു ടേൺ താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇതൊരു സപ്പോർട്ടും റേഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന രീതിയിലാണ്. കറണ്ട് ട്രെൻഡ് വീക്ക്നെസ് ആണ്, സ്ട്രോങ് ബൈ മൊമെന്റം അവസാനിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ സപ്പോർട്ടിൽ നിന്ന് ഒരു ബൗൺസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു മൂവ്മെന്റിലായാലും സപ്പോർട്ടിൽ നിന്നുള്ളൊരു ബൗൺസ് ആണ്. ഇതൊരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഇൻട്രാഡേ ട്രെൻഡിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് എന്ന് പറയാം. അടുത്തത് US-ന്റെ തന്നെ ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ്. ഇതിന്റെ ഒരു കറണ്ട് ട്രെൻഡ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇതൊരു ഫാൾസ് ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവിലേക്ക് കടന്നു, സെല്ലിലേക്ക് കടന്നു,
അപ്പം അതിനുശേഷമാണ് ഈ ഒരു ഫാളിൻ്റെ കണ്ടിന്യൂഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു സപ്പോർട്ട് ലെവലുണ്ട്, എത്രത്തോളം നിലനിൽക്കുമെന്ന് അറിയില്ല. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാളാണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ജർമ്മനിയുടെ ഡാക്സ് ആണ്. കറണ്ട് ട്രെൻഡ് നമുക്ക് നോക്കാം. നെഗറ്റീവ് ആണ്, സപ്പോർട്ടിൽ നിന്നുള്ളൊരു ബൗൺസ് ആണ്. ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു ലെവൽ സപ്പോർട്ടാണ്. സപ്പോർട്ടിൽ നിന്നുള്ളൊരു ബൗൺസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു ഇൻട്രാ ട്രെൻഡിൽ പോസിറ്റീവ് ആയിരിക്കും. കറണ്ട് ട്രെൻഡ് വീക്ക്നെസ് ആണ്, ലോങ് ടൈം ട്രെൻഡ് വീക്ക്നെസ് ആണ്. സപ്പോർട്ടിൽ നിന്നായാലും അടുത്ത റെസിസ്റ്റൻസുകളുടെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈയുടെ ഒരു സാധ്യത. ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സപ്പോർട്ടാണ്. അതിനുശേഷം ഈ ഒരു ലെവലും സപ്പോർട്ടാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് ട്രെൻഡ് മാത്രമാണ്. അടുത്തത് ഫ്രാൻസിന്റെ ഇൻഡെക്സ് ആയ കാക്. കറണ്ട് ട്രെൻഡ് നമുക്ക് നോക്കാം. നെഗറ്റീവ് ആണ്, പക്ഷെ സപ്പോർട്ടിൽ നിന്നുള്ളൊരു ബൗൺസ് ആണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്, കൺസോൾട്ടേഷൻ ഏരിയ ആണ്. ഇതാണ് സപ്പോർട്ട് വരുന്നത്. കറണ്ട് ട്രെൻഡ് നെഗറ്റീവ് ആണ് കാണുന്നത്. നെഗറ്റീവ് ആയതിനു ശേഷം സപ്പോർട്ടിൽ നിന്നുള്ളൊരു ബൗൺസ് ആണ്. ഈ ഒരു സപ്പോർട്ടിന് ശേഷം അടുത്തൊരു സപ്പോർട്ട് ഈ ഒരു ലെവലാണ് സപ്പോർട്ട് വരിക. അടുത്തത് ബ്രസീലിന്റെ ഇൻഡെക്സ് ആയ ബോവസ്പ. കറണ്ട് ട്രെൻഡ് നിങ്ങൾക്കറിയാം, നെഗറ്റീവ് ആണ്. താഴത്തേക്ക് തുടർച്ചയായിട്ട് ഫാൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ഫാൾ വന്നിരിക്കുന്നത് ഈ ഒരു ഹൈ ജനറേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ജനറേറ്റ് ചെയ്തു, അതിനുശേഷം ഈ ഒരു ഹൈ ജനറേറ്റ് ചെയ്തു, അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. മെയിനായിട്ടുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. കറണ്ട് ട്രെൻഡ് നെഗറ്റീവ് ആണ്. അടുത്തൊരു സപ്പോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ലെവലിലായിരിക്കും സപ്പോർട്ട് വരുന്നത്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നിഫ്റ്റി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇൻഡെക്സ് ആണ്. ഞാൻ വേൾഡിലെ എല്ലാ ഇൻഡെക്സുകളും നോക്കാനായിട്ട് മേജറായിട്ടുള്ള ഒരു കാരണം കുറച്ചൊരു വീക്ക്നെസ് ആയിട്ടുണ്ട്. പുതിയൊരു ലോയിലേക്ക് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് വേൾഡിലെ മൊത്തം ഇൻഡെക്സുകളൊക്കെ ഒന്ന് നോക്കിയത്. ഇതാണ് നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ്. 5 മിനിറ്റ് ടൈം ഫ്രെയിം ഇന്നലെ നമ്മൾ ഇന്നലെ നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ കാണാം. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. നിഫ്റ്റി ഇന്നലെ ബൗൺസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ചെയ്താണ്. ഓക്കെ, നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ട്രെൻഡ് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റി ആയാലും ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ നമ്മൾ നിഫ്റ്റിനെ കുറിച്ച് ഡെയിലി വീഡിയോസിൽ പറയാറുള്ളതാണ്. ഇത് മുകളിലേക്ക് പോയതിന് ശേഷമായാലും നിഫ്റ്റിയിൽ നിലനിർത്തേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണ് 22,400-500 എന്ന് പറയുന്നത്. അപ്പോൾ 22,400-500 താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. കറണ്ട് ട്രെൻഡ് നെഗറ്റീവ് ആണ്. ഇതിനൊരു താഴെ കറണ്ട് ട്രെൻഡ് നെഗറ്റീവ് ആണ്. നിഫ്റ്റിയിൽ നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ളൊരു സപ്പോർട്ടുകൾ ഇനി 800-ന്റെ അടുത്ത് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 21,500-ന്റെ അടുത്ത് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 21,200-ന്റെ അടുത്ത് സപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെയാണ് നിഫ്റ്റിയിലെ കറണ്ട് ലെവലിൽ സപ്പോർട്ടുകൾ വരുന്നത്. കറണ്ട് ട്രെൻഡ് നെഗറ്റീവിലാണ്. അപ്പോൾ നമ്മളിന്ന് ചെക്ക് ചെയ്തത് വേൾഡിൽ തന്നെ മേജറായിട്ടുള്ള ഇൻഡിസസുകളാണ്. അപ്പം അതിൻ്റെ ഒരു കറണ്ട് ട്രെൻഡാണ്. ഓൾമോസ്റ്റ് ഇൻഡിസസിൻ്റെയും കറണ്ട് ട്രെൻഡ് നെഗറ്റീവാണ്. നിഫ്റ്റിയുടെ കറണ്ട് ഒരു സിറ്റുവേഷൻ ആയാലും നിഫ്റ്റി ഒരുപാട് സമയമായാലും നിഫ്റ്റിയുടെ ഒരു ലോങ്ങർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. കൺജസ്റ്റഡ് ആയിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ഈ ഒരു ലെവലിൽ സ്പെൻഡ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതൊരു കൺസോൾട്ടേഷൻ ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതായത് നിഫ്റ്റി
എന്തെങ്കിലും ഒരു ന്യൂസിനോ എന്തെങ്കിലും വേണ്ടി എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്. ആ ന്യൂസ് നിഫ്റ്റിക്ക് ഒരു ഫേവർ ആണെങ്കിൽ നിഫ്റ്റി മുകളിലേക്കൊരു ബൗൺസ് നടത്തും. അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ വലിയൊരു ഫാള് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ യു എസ് ഡി ഐ എൻ ആർ നോക്കുകയാണെങ്കിൽ വീക്ക്നെസ് ആണ്. കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റ്, പക്ഷെ വീക്ക്നെസ് ആണ്. ലോങ് ടൈം വീക്ക്ലി ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റിയിലായാലും ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ഉണ്ട്. ഈ റേഞ്ചിൽ നിന്ന് അടുത്തെങ്കിലും ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതൊരു ഫെയിലിയർ ആണെങ്കിൽ നിഫ്റ്റിയിൽ സഡൻ ആയിട്ടുള്ളൊരു ഫാള് നിഫ്റ്റിയിൽ വരും. നിഫ്റ്റിയിൽ 20,000 അടുത്തേക്കുള്ള ഒരു ഫാള് എക്സ്പെക്ട് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ലോങ് ടൈം വ്യൂ മാത്രമാണ് പറയുന്നത്. ഷോർട്ട് ടൈം വ്യൂ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ബൗൺസ് ചെയ്തേക്കാം. അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ചിലപ്പോൾ ഒരു സസ്റ്റെയിൻ ചെയ്ത് നിലനിന്നേക്കാം. എന്നിരുന്നാലും നമുക്ക് വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയിട്ട് നമുക്ക് വരും ദിവസത്തിൽ കാണാം. എല്ലാവർക്കും നന്ദി.